പാലക്കാട് മോഡൽ പരീക്ഷയിലെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതായി പരാതി. ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് പ്രിൻസിപ്പൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത്. സംഭവത്തിൽ രക്ഷിതാവ് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിൽ എന്തിൻ്റെ പേരിലാണ് ഈ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്തത് എന്നതിൻ്റെ പേരിൽ, ഒപ്പം ഈ പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടുണ്ടോ? സുരേഷ്, പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്കൂളിലെ സഞ്ജയ് എന്ന വിദ്യാർത്ഥിക്കാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ വിദ്യാർത്ഥി ഫിസിക്സ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് ചെന്നത്. ഈ സമയത്ത് ഹാൾ ടിക്കറ്റ് പ്രിൻസിപ്പൽ പിടിച്ചു വെക്കുകയായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. അതായത് മോഡൽ പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് മാർക്ക് കുറവായിരുന്നു. ഈ വിദ്യാർത്ഥിക്ക് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾക്കും മാർക്ക് കുറവായിരുന്നു. എന്നാൽ മറ്റ് സുഹൃത്തുക്കളെയൊക്കെ പരീക്ഷ എഴുതാൻ അനുവദിച്ചു. പക്ഷേ ഈ വിദ്യാർത്ഥിയുടെ മാത്രം മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹാൾ ടിക്കറ്റ് പിടിച്ചു വെക്കുകയും പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. ഒപ്പം തന്നെ മർദ്ദിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രിൻസിപ്പൽ എന്ന തരത്തിലാണ് വിദ്യാർത്ഥി പരാതി പറയുന്നത്. തുടർന്ന് കുട്ടിക്ക് പരീക്ഷ എഴുതാനും കഴിഞ്ഞിട്ടില്ല. രക്ഷിതാക്കളോട് വിവരം അറിയിച്ചതോടുകൂടെ തന്നെ രക്ഷിതാക്കൾ ഈ ഇത്തരത്തിൽ പ്രിൻസിപ്പലിനെ നേരിൽ കണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടിയെ പരീക്ഷ എഴുതാൻ സമ്മതിക്കാത്തത് എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് രക്ഷിതാക്കൾക്ക് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന്, പ്രധാനാധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ച മറുപടി എന്നുള്ളത്, അതായത് നേരത്തെ തന്നെ ഈ കുട്ടിയുടെ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളിൽ നിന്നും ചില പേപ്പറിൽ എഴുതി വാങ്ങിച്ചിരുന്നു. അത് നേരത്തെ തങ്ങളുടെ കൈവശമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത് എന്നൊരു ന്യായമാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ സുനിൽകുമാർ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഒപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും ചൈൽഡ് ലൈനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. മർച്ചന്റ് നേവിയിൽ ഉൾപ്പെടെ ചേരുക എന്നുള്ളതാണ് തന്റെ വലിയ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി പരീക്ഷകളിൽ നല്ല മാർക്ക് ലഭിച്ചാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥി ഏതായാലും ആ ഫിസിക്സ് പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടില്ല. ആ ഫിസിക്സിന്റെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയും മറ്റുമെല്ലാം എഴുതാൻ അനുവദിച്ചെങ്കിലും തിയറി പേപ്പർ എഴുതുന്നതിന് വേണ്ടി സ്കൂളിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഹാൾ ടിക്കറ്റ് പിടിച്ചു വെച്ചുകൊണ്ട് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഒരു ക്രൂരമായ നടപടി ഉണ്ടായത്. യെസ്, അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ രക്ഷിതാവിന്റെ പ്രതികരണം കണ്ട് തിരികെ എത്താം. ഫിസിക്സ് എക്സാം എഴുതാൻ വേണ്ടി വന്നിട്ട് എഴുതാൻ പറ്റിയതുകൊണ്ട് തിരിച്ചയച്ചു. എന്താണ് റീസൺ അവർ പറഞ്ഞിട്ടില്ല. മോഡൽ എക്സാമിന് മാർക്ക് കുറവാണ് പറഞ്ഞിട്ടാണ് എഴുതേണ്ടതുകൊണ്ട് തിരിച്ചയച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അമ്മയും കൂട്ടിയിട്ട് സ്കൂളിൽ വന്നിട്ട് പോലും അവർ സമ്മതിച്ചില്ല, എഴുതാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പരാതി കൊടുക്കും. മുഖ്യമന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, കളക്ടർക്ക് എല്ലാവർക്കും പരാതി കൊടുക്കും. എക്സാം എഴുതി ഇപ്പോൾ ഫിസിക്സ് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇന്നത്തെ എക്സാം എഴുതണം. ഫിസിക്സ് എക്സാം മാത്രം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു.